പിതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി നീ. പിതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി നീ. യേശുവിന്റെ ശിഷ്യന്മാരിൽ യേശുവിന് വേണ്ടി എരിവോടെ ശുശ്രൂഷ ചെയ്ത് ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എത്തിച്ച, പ്രത്യേകിച്ച് നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹ ഇതാ കടന്നു വരുന്നു. കേരളത്തിലെ ഓരോ ജനഹൃദയങ്ങളിലും ഉണർവോടെ കത്തിജ്വലിക്കുന്ന പൊൻപ്രഭ, പുഞ്ചിരി ഒരു തിരുവട്ടമാണെന്ന് പറഞ്ഞ വിശുദ്ധ അൽഫോൻസ. ഓ മറിയമേ, എന്റെ ഹൃദയം അങ്ങേക്ക് തരുന്നു, അത് നിന്റേതായി സൂക്ഷിക്കണമേ. ഈശോയെ മറിയമേ, എന്റെ സ്നേഹിതരായിരിക്കണമേ. ഞാൻ വിശുദ്ധ ഗർവാസിസ്, ഇതിന്റെ സഹോദരൻ പ്രോത്താസിസ്. കൂട്ടുകാരെ, ഞങ്ങൾ ഇറ്റലിയിലെ മിലാനത്താണ് ജനിച്ചത്. ക്രിസ്തു വർഷം 2-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലാണ് ഞങ്ങളുടെ ജനനം. രക്തസാക്ഷികളായ വിശുദ്ധ വിത്താലീസും വലീനിയുമായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ. വിശുദ്ധരായ ഞങ്ങളുടെ മാതാപിതാക്കൾ വിശുദ്ധിയിലും ധീരതയോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ചാവർ പിതാവ്. പ്രിയ സ്നേഹിത, നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു തരിക. ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം. കുഞ്ഞു റോസു, സ്വർഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ പോലെ മനോഹരമായ പുണ്യജീവിതം വഴി നിന്നെ പോലെ സ്വർഗത്തിലേക്ക് കയറാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഈശോയോട് റെക്കമെൻഡ് ചെയ്യണേ. നീ അവരിനൊരു സമ്മാനമാകേണ്ട കാലഘട്ടമാണ് ക്രിസ്മസ് കാലം. നീ ഒരു സമ്മാനമാവുക, അവരുടെ കുറവുകളിൽ നിറവുകളാവുക. കിഴന്ന് പരിശ്രമിച്ചിട്ടും അണഞ്ഞു പോകാത്ത ഒരു വിശ്വാസത്തിന്റെ കഥയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ദിവ്യകാരുണ്യ ശക്തിയാൽ ഒരു സൈന്യത്തെ കീഴടക്കിയ അസീസിയിലെ വിശുദ്ധ ക്ലാര. സ്നേഹത്തിന്റെ വിപ്ലവ ഗായകൻ, 2-ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന മിസ്റ്റർ ഫ്രാൻസിസ് അസീസി. മാനസാന്തരപ്പെടുവേ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വിശുദ്ധ കുർബാനയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അഗതികളുടെ അമ്മ, കൽക്കട്ടയിലെ മദർ തെരേസ. വിശുദ്ധി എന്ന പുണ്യം കാത്തു സൂക്ഷിക്കാൻ ധീരബുദ്ധി വരിച്ച
Maria